ശ്രീത്ത്, ഒരു 2 ദിവസത്തിന് മുമ്പ് മഹാരാഷ്ട്ര മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അത് മുൻകാലങ്ങളിലൊക്കെ പലരും കണ്ടിരുന്നതും കേട്ടിരുന്നതുമായ കാര്യമാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതായത് കേരളം തീവ്രവാദികളുടെ ഒരു താവളമായി തീർന്നിരിക്കുന്നു, അതിലൂടെ ഒരു മിനി പാകിസ്ഥാനായി എന്നാണ് പറയുന്നത്. ആ പ്രസ്താവന നമ്മുടെ മുഖ്യമന്ത്രിയെ ആകെ പ്രകോപിതനാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അതിനെതിരെ ഇപ്പോൾ വാളെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞവൻ്റെ നേരെ വാളെടുത്ത് വരികയാണോ ഇപ്പോൾ ചെയ്യുന്നത്, അതോ മഹാരാഷ്ട്ര മന്ത്രിക്ക് തെറ്റിയതോ? ഇദ്ദേഹം എന്തായാലും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വളരെ വലിയ കരുത്തനായിരുന്നു. ആ സമയം അറിയാലോ സാറിന്, വലിയ രീതിയിൽ പിണറായി പറയുന്നതെല്ലാം കൃത്യമായ നിലപാടായിരിക്കും. അങ്ങനെയാണ് പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന വിളിപ്പേര് വന്നു. ഇപ്പോൾ ഇരട്ട നിലപാടുകളിലേക്കാണ് എന്തായാലും പിണറായി പോയിരിക്കുന്നത്. കാരണം പിണറായി മാസങ്ങൾക്ക് മുൻപ് എന്താണോ പറഞ്ഞത് അത് ആവർത്തിക്കുക മാത്രമാണ് ആ മന്ത്രി ചെയ്തത്. അതോടൊപ്പം തന്നെ പിണറായിയുടെ ഒപ്പം നിൽക്കുന്ന പി ജയരാജനായാലും പി ജയരാജനായാലും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനായാലും വിജയരാഘവനായാലും ഈ മാസങ്ങളായി, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണോ ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെത്തി മൈക്കിൽ പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ചേലക്കരയും വയനാടും പാലക്കാടും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എന്താണോ പ്രസംഗിച്ചത് അത് തന്നെയാണ് മഹാരാഷ്ട്രയിലെ BJPയുടെ ഒരു മന്ത്രി ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതെന്ത് നിലപാടാണ്? അങ്ങനെ ഇരട്ട നിലപാടുള്ള ഒരു മനുഷ്യനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. അത് ഈ പിണറായി മാത്രമല്ലേ, കാരണം വർഷങ്ങൾക്ക് മുൻപ് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു, കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമം വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഇത് സംഘപരിവാറല്ല, VS അച്യുതാനന്ദനായിരുന്നു. അതിനുശേഷമായിരുന്നു ആ കാലഘട്ടം മാറുകയാണല്ലോ. പിന്നീട് പിണറായി വിജയൻ വന്നു. പിന്നീട് കണ്ടത് ഈ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങാനുള്ള വലിയ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറവും കാസർഗോഡും വയനാടും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില പോക്കറ്റുകളിൽ സ്വാധീനം വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തറിയാം, അവിടെയുള്ള ലീഗിൻ്റെ കോട്ടയാണ്. ആ മലപ്പുറത്ത് നിന്നും കോഴിക്കോടേക്കും അതോടൊപ്പം തന്നെ വയനാടും കാസർഗോഡും എല്ലാം വലിയ രീതിയിൽ ഈ മുസ്ലിം ലീഗ് വളരുന്നൊരു സാഹചര്യമുണ്ട്. ഈ UDF എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗായി ചുരുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ സഹായം വേണം. പ്രത്യേകിച്ച് നമുക്ക് വയനാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാം ഉള്ള സമയത്തറിയാം, വയനാട് മാത്രമല്ല മറ്റ് പ്രദേശങ്ങൾ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സഹായം വേണം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിജയിച്ചത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം സീറ്റുകളുണ്ട്? 443 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് നിൽക്കുന്നു? അതാണിപ്പോൾ സേഫ്. കാരണം ആ വയനാട് മണ്ഡലമെന്ന് പറയുമ്പോഴും നാം കാണുന്നത് എങ്ങനെയാണ്? 3 മണ്ഡലങ്ങൾ മാത്രമാണ് വയനാടിൻ്റെതായുള്ളത്. കാരണം മാനന്തവാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും. പിന്നീടുള്ളത് കോഴിക്കോടിൻ്റെ ഒരു മണ്ഡലം, തിരുവമ്പാടി. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങൾ മുഴുവൻ മലപ്പുറത്തുള്ളതാണ്. അവിടെയെല്ലാം സ്വാധീനം മുസ്ലിം ലീഗാണ്. അങ്ങനെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചതും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വിജയിച്ചതും. അത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ രീതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ മുസ്ലിം പ്രീണനം നടത്തി അങ്ങനെ എന്തെങ്കിലും 2 സീറ്റ് ഒപ്പിച്ചെടുക്കാൻ കഴിയുമെന്നായിരുന്നു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയെല്ലാം ഒരു കാലത്ത് നോക്കിയിരുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായി ആ വോട്ടും കിട്ടില്ല, ഉള്ള വോട്ടും കൂടെ കയ്യിൽ പോകും. കാരണം ഈ എല്ലാ കാലത്തും പിന്നോക്കരാണല്ലോ. അത് പണ്ട് ചരിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം. ആദ്യമായി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും ഈ വലിയ രീതിയിൽ ഈ പിന്നോക്കരുടെ വലിയ സഹായം ലഭിച്ചിട്ടുണ്ടല്ലോ. അത് നാം പണ്ട് മുതലേ അറിയും. പിന്നോക്കർ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന കണ്ണൂരായാലും ആലപ്പുഴയായാലും മറ്റ് കൊല്ലമായാലും അവിടെയെല്ലാമാണ് പാർട്ടിക്ക് വലിയ രീതിയിൽ സീറ്റുകൾ ലഭിക്കുന്നത്. ആ തിരുവനന്തപുരം എടുക്കുമ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉള്ള 14 സീറ്റിൽ ആകെ 13 സീറ്റും നേടിയിരിക്കുന്നത് CPM ആണ്. കൊല്ലത്താണെങ്കിൽ മുഴുവൻ സീറ്റ് നേടിയിരിക്കുന്നത് CPM ആണ്. പിന്നീട് ആലപ്പുഴയിൽ പിന്നോക്കർ ഏറ്റവും കൂടുതലുള്ള ആലപ്പുഴയിൽ ഹരിപ്പാട് മാത്രമാണ്, ഈ രമേശ് ചെന്നിത്തലയുള്ള ഹരിപ്പാട് മാത്രമാണ് ആകെ കോൺഗ്രസിന് സ്വാധീനമുള്ളത്. പിന്നെ കണ്ണൂരാണെങ്കിൽ പറയണ്ട, അവിടെയും ഈ പല മണ്ഡലങ്ങളും ഈ പിന്നോക്കർ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും കയ്യിലുള്ള CPM-ൻ്റെയാണ്. അതെല്ലാം വലിയ രീതിയിൽ തന്നെ ആ
തങ്ങളുടെ കോട്ടയെല്ലാം വലിയ രീതിയിൽ തകർന്നടിയുന്നത് 2024 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം പ്രീണനം മാറ്റിവെച്ച് മുസ്ലിങ്ങളെ എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട്. ഈ പിണറായിയുടെ പ്രസ്താവന ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ അൻവറിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് എന്താണ്? ഈ അൻവറിന് ചുറ്റും കൂടുന്നത് പോപ്പുലർ ഫണ്ടും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി SDP പ്രവർത്തകരാണെന്ന്, അതൊരു വർഗീയ ചെവയോടെയായിരുന്നു അന്ന് ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതിന് പിന്നാലെ പിണറായിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വരുന്നു, ഈ മലപ്പുറമാണ് ഇത്തരം വർഗീയ ശക്തികളുടെ കേന്ദ്രമെന്നും അതോടൊപ്പം തന്നെ സ്വർണം കടത്തൽ ഉൾപ്പെടെയുള്ള അവിടെയാണ് ആ കേസുകൾ കൂടുതൽ ഉള്ളതെന്നും ഈ പിണറായി വിജയൻ പറയുകയാണ്. അതിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും അതിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല, പത്രത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം അതിന് കേസ് അതിനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് നാം കണ്ടത് ഈ പി ജയരാജന്റെ ഭാഗത്തു നിന്നായിരുന്നു. പി ജയരാജന് പറയുന്നത് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ വരുന്നുണ്ട്, കണ്ണൂരിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ IS-ൽ പോകുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലെത്തി അവിടെ നിന്ന് വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. പിന്നീട് ഏറ്റവും അവസാനം വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായി വയനാട്ടിൽ തന്നെ. ഈ റാണ പറഞ്ഞത് അത്തരത്തിലാണ്. കാരണം ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ പോയി മത്സരിച്ചത് ഈ ഭീകരവാദികളുടെ വോട്ട് കൊണ്ട് വിജയിക്കാനാണെന്നാണ് റാണ പറഞ്ഞത്. ഇതിന് സമാനമായ ഒരു നിലപാടായിരുന്നു വിജയരാഘവൻ ഉണ്ടായിരുന്നത്. വിജയരാഘവൻ പറഞ്ഞ എന്താണ്? ഇതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വിജയിക്കാൻ കാരണം ഈ വർഗീയ വോട്ടുകളുടെ ധ്രുവീകരണം കൊണ്ടാണ് വിജയിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. അതിന് സമാനമായ ഒരു ആരോപണമാണ് ഈ BJPയുടെ മഹാരാഷ്ട്രയിലെ മന്ത്രിയായ നിതേഷ് റാണയും പറയുന്നത്. അദ്ദേഹം പറയുന്നതും കൃത്യമായാണ്. അവർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ വന്നത് ഒരു മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ്, അവിടെ ഭീകരവാദികളുടെ വോട്ടുണ്ട്, ആ വോട്ട് കൊണ്ടാണ് വിജയിച്ചതെന്നാണ് ആ മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. മന്ത്രി നാം പ്രാദേശികമായി നോക്കുമ്പോൾ അത് നമുക്കെതിരാണ്. ആ ഒരു സ്നേഹമുണ്ടല്ലോ, കേരളം എന്ന വികാരം നോക്കുമ്പോൾ അത്തരം സങ്കടമെങ്കിലും വരുമെങ്കിലും പിണറായിയുടെ കൂടെയുള്ള സംഘങ്ങളും പറയുന്നത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. അത് കൃത്യമായി തന്നെ കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ. വിജയരാഘവൻ എന്താണോ പറഞ്ഞത്, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്താണോ പറഞ്ഞത്, പി ജയരാജൻ എന്താണോ പറഞ്ഞത്, അതിന് സമാനമായ ആരോപണം തന്നെയാണ് റാണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം പ്രത്യേകിച്ച് വീണ്ടും ഒരു അധികാര തുടർച്ച CPM സ്വപ്നം കാണുകയാണ്. കാരണം 2016 അധികാരത്തിൽ വന്നു. പിന്നീട് അങ്ങനെ ഒരു ചരിത്രമുണ്ടല്ലോ, കേരളത്തിൽ UDFും LDFും മാറി വരുമെന്ന ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഒരു മാറ്റം 2021 ഉണ്ടായി. അത് 2026 ആ തുടർച്ച തന്നെ ഉണ്ടാകാനാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനിപ്പോൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ് ആ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് 2026 വീണ്ടും അധികാരത്തിൽ വരിക എന്നതാണ് CPMന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു. 2021 മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വരുമെന്നായിരുന്നു. കാരണം മുസ്ലിം ലീഗിനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു, ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കണ്ടാൽ അവിടെ ഇട്ട് ആക്രമിക്കുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. മൈക്ക് കണ്ട മുസ്ലിം ലീഗിനെ വിമർശിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഹോബിയായി തന്നെ അവിടെ മാറിയിരിക്കുകയാണ്. എന്തായാലും പിണറായി വിജയൻ പറഞ്ഞതും നിതീഷ് റാണ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഈ അവസാന ഘട്ടത്തിൽ നിതീഷ് റാണ പറഞ്ഞത് തെറ്റാണെന്ന് നിലപാടുമായി മുഖ്യമന്ത്രി വരുന്നത്. കാരണം ഒരു മാസം മുൻപ് അദ്ദേഹം എന്താണോ പറഞ്ഞത്, മുഖ്യമന്ത്രി എന്താണ് പാലക്കാടും അതോടൊപ്പം തന്നെ ചേലക്കരയും ആവർത്തിച്ചത്, അത് നിതീഷ് റാണയും ആവർത്തിച്ചു. അതിലൊരു കുറ്റവുമില്ല. മിനി പാകിസ്ഥാനാണെന്ന് മുഖ്യമന്ത്രി മറ്റൊരു രീതിയിൽ പറഞ്ഞു, റാണ പച്ചയ്ക്ക് പറഞ്ഞു. അത്രയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.